എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ സൗദി അറേബ്യയിലെ നഹൽ എക്സ്പ്രസിലേക്കും കൂടാതെ ജിദ്ദ എയർപോർട്ടിലേക്കും വന്നിട്ടുള്ള ജോലി ഒഴിവുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ജോലികളെ കുറിച്ചുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും വിശദമായിട്ട് തന്നെ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുക, ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക. ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ജോലിയിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറായ 9539128062 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിന്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ച്. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് സൗദി അറേബ്യയിലേക്ക് റിയാദിലേക്ക് നഹൽ എക്സ്പ്രസിലേക്ക് ലൈറ്റ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട്. ഈ ഒരു ജോലിയുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ ലൈറ്റോ അല്ലെങ്കിൽ ഇന്ത്യൻ ഹെവിയോ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് 2 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ലൈറ്റ് എടുക്കാതെ ഇന്ത്യൻ ഹെവി നമ്മൾ നാട്ടുകാർ എടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് 2 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗദി അറേബ്യയിൽ നഹൽ എക്സ്പ്രസിൽ ജോലി നേടാവുന്നതാണ്. ഇത് കമ്പനി ഡയറക്റ്റ് വിസയല്ല, മറ്റൊരു ഏജൻസി വഴിയാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കുക. 1500 സൗദി റിയാലാണ് സാലറി ഉണ്ടാവുക. കൂടാതെ ഈ സാലറിക്ക് പുറമെ കമ്മീഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് 2 വർഷം കഴിഞ്ഞിരിക്കണം. ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇന്ത്യൻ 2 വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് പറ്റില്ല. റിയാദിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവരും 40 വയസ്സിന് താഴെ പ്രായമുള്ളവരെയുമാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. ഇന്റർവ്യൂ കാര്യങ്ങൾ ഉണ്ടാവുകയില്ല. ഡോക്യുമെന്റ് സെലക്ഷൻ വഴിയാണ് ഇതിലേക്ക് സെലക്ഷൻ നടക്കുന്നത്. ഇന്റർവ്യൂ ഉണ്ടാവുകയില്ല. സാലറി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1500 സൗദി റിയാലാണ് സാലറി വരുന്നത്. കൂടാതെ കമ്മീഷൻ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ 12 മണിക്കൂറോളം എന്തായാലും വർക്ക് ഉണ്ടായിരിക്കും. ഡെലിവറി വർക്കാണ് വരുന്നത്. അപ്പോൾ എന്തായാലും 12 മണിക്കൂറോളം നിങ്ങൾക്ക് ജോലി ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ 12 മണിക്കൂറൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ്. എങ്ങനെ പോയാലും ഒരു 40,000 രൂപക്ക് മുകളിൽ ഏൺ ചെയ്യാൻ കഴിയും. അത് നിങ്ങൾ എടുക്കുന്ന വർക്കിനനുസരിച്ചിട്ടായിരിക്കും. ഫുഡ് ഉണ്ടാവുകയില്ല. അക്കോമഡേഷൻ അവൈലബിൾ ആണ്. കമ്മീഷനും അവൈലബിൾ ആണ്. അപ്പോൾ 2 വർഷത്തെ കോൺട്രാക്ട് വിസയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കും. വാട്സ്ആപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് സൗദി അറേബ്യയിലേക്ക് ജിദ്ദ എയർപോർട്ടിലേക്ക് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ലേബേഴ്സിന് ആവശ്യമുണ്ട്. 30ഓളം പേരെയാണ് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ലേബർ ആയിട്ട് ജിദ്ദ എയർപോർട്ടിലേക്ക് ആവശ്യമുള്ളത്. ആദ്യമേ ഒരു കാര്യം പറയാം, ഇത് ജിദ്ദ എയർപോർട്ടിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് അല്ല. അവിടെയുള്ള ഒരു മാൻ പവർ കമ്പനിയിലേക്കാണ് നിങ്ങൾ പോവുക. എന്നാൽ വർക്ക് നിങ്ങൾക്ക് ഈ ജിദ്ദ എയർപോർട്ടിലായിരിക്കും ഉണ്ടാവുക. 30ഓളം പേരെ ഈ കമ്പനിയിലേക്ക് ആവശ്യമുണ്ട്. 1200 സൗദി റിയാലായിരിക്കും സാലറി ഉണ്ടാവുക. കൂടാതെ ഡ്യൂട്ടി സമയത്ത് ഭക്ഷണം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അക്കോമഡേഷനും അവൈലബിൾ ആണ്. 2 വർഷത്തെ വിസയാണ് വരുന്നത്. 12 മണിക്കൂറോളം നിങ്ങൾക്ക് ഡ്യൂട്ടി തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഇതിലേക്ക് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. എന്നാൽ എനിക്ക് ഇതിലേക്ക് ഒരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇതിലേക്ക് നിങ്ങൾക്ക് പോകാൻ ചെലവ് കൂടുതലാണ്. അതായത് വിസ ഫ്രീ അല്ല. വിസ, ടിക്കറ്റ്, മെഡിക്കൽ അങ്ങനെ എല്ലാം ഉൾപ്പെടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു സംഖ്യ വരും. പോകാൻ എക്സ്പെൻസ് വരും. 1 ലക്ഷം രൂപയുടെ മേലെ വരും. അപ്പോൾ 40 വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറായ 9539128062 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് 3 മാസത്തെ വിസയിൽ നിങ്ങൾക്ക് സൗദി അറേബ്യയിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ, അത് ഇഖാമ അടക്കമാണ്. 3 മാസത്തെ ഇഖാമ അടക്കം 3 മാസത്തെ വിസയിൽ നിങ്ങൾക്ക് സൗദി അറേബ്യയിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇനി 15 മാസത്തെ ഇഖാമയാണെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 അല്ലെങ്കിൽ 15 മാസത്തിലൊക്കെ ഇഖാമ, ഇപ്പൊ നമ്മൾ ഈ ഫ്രീലാൻസ് വിസ എന്ന് പറയില്ലേ, അതിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ഒരു മാർഗത്തിൽ നിങ്ങൾക്ക് സൗദി അറേബ്യയിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. നമ്മുടെ ഭാഗത്ത് നമ്മൾ നിങ്ങൾക്ക് സഹായം ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ജോലി അന്വേഷിക്കാനും ജോലി കണ്ടുപിടിക്കാനൊക്കെ അത് കഴിയുന്നതാണ്. 3 മാസത്തെ ഇഖാമയിൽ പോവുകയാണെങ്കിൽ, വിസയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയം കൊണ്ട് ജോലി അന്വേഷിച്ച് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ ജോലിയിലേക്ക് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഇഖാമ കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ.